നമസ്കാരം. കേരളത്തിലെ ഭരണപ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധങ്ങളും പരാതികളും മുഖവിലക്കെടുക്കാതെ ദൂരദർശനിൽ ദ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചു. കേരളത്തെ മോശമായി ചിത്രീകരിക്കുന്നു എന്ന ആക്ഷേപം നേരിട്ട ഈ സിനിമ പ്രദർശിപ്പിക്കാനുള്ള കേന്ദ്ര തീരുമാനത്തിനെതിരെ CPM-ഉം കോൺഗ്രസും ഉൾപ്പെടെ ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകിയിരുന്നു. എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെയാണ് DD നാഷണൽ ചാനലിൽ വെള്ളിയാഴ്ച രാത്രി 8-നാണ് ചിത്രം സംപ്രേഷണം ചെയ്തത്. തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഈ സിനിമ സംപ്രേഷണം ചെയ്യുന്നതിന് പിന്നിൽ RSSന്റെ രാഷ്ട്രീയ ലക്ഷ്യമാണെന്നാണ് പ്രധാന ആരോപണം ഉയർന്നത്. സംപ്രേഷണം വിലക്കണമെന്ന് ആവശ്യപ്പെട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പ്രതിപക്ഷ നേതാവ് VD സതീശനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും കത്ത് നൽകിയിരുന്നു. സിനിമ സംപ്രേഷണം ചെയ്യുന്നത് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. കേരളത്തെ അപഹസിക്കാനും മതസ്പർദ്ധ വളർത്താനും ലക്ഷ്യമിട്ട് സംഘപരിവാർ തലച്ചോറിൽ ഉടലെടുത്ത കുടിലതയുടെ ഉൽപ്പന്നമാണ് കേരള സ്റ്റോറിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇന്ത്യയിൽ സംഘപരിവാർ ഭരണകൂടം നടപ്പാക്കുന്ന ഭിന്നിപ്പിന്റെ രാഷ്ട്രീയം കേരളത്തിൽ ചെലവാകില്ലെന്നും ബോധ്യമാകാൻ അധിക സമയം വേണ്ടിവരില്ലെന്നും പെരുമാറ്റച്ചട്ടത്തിന്റെ നഗ്നമായ ലംഘനമാണ് നടന്നതെന്നും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ചിത്രം പ്രദർശിപ്പിക്കുന്നതിനെതിരെ കുടപ്പനകുന്ന് ദൂരദർശൻ കേന്ദ്രത്തിലേക്ക് DYFI മാർച്ച് നടത്തി. മുഖ്യ കവാടത്തിന് മുന്നിൽ പ്രതിഷേധക്കാരെ പോലീസ് തടഞ്ഞു. ജില്ലാ സെക്രട്ടറി JS ഷിജു ഖാൻ ഉദ്ഘാടനം ചെയ്തു. അതേസമയം കേരള സ്റ്റോറി എന്ന സിനിമ ദൂരദർശനിൽ പ്രദർശിപ്പിക്കുന്നതിനെതിരായ ഹർജിയിൽ ഇടപെടാൻ ഹൈക്കോടതിയിലും തയ്യാറായിരുന്നില്ല. സിനിമ പ്രദർശിപ്പിക്കുന്നത് തടയണമെന്നായിരുന്നു തിരുവനന്തപുരം സ്വദേശി KG സൂരജ് അഡ്വക്കേറ്റ് SK ആദിത്യൻ വഴി നൽകിയ ഹർജിയിലെ ആവശ്യം. തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഇത് സംബന്ധിച്ച് ഇമെയിലിൽ പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായിട്ടില്ല. പരാതിയിലെ നടപടിക്ക് കാക്കാതെ നേരിട്ട് കോടതിയിലെത്തിയത് ചൂണ്ടിക്കാട്ടിയ ജസ്റ്റിസ് TR രവി ഹർജിയിൽ ഇടപെടാനാവില്ലെന്ന് വ്യക്തമാക്കുകയായിരുന്നു. തുടർന്ന് ഹർജി ഏപ്രിൽ 11-ന് പരിഗണിക്കാൻ മാറ്റി. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.